ഈ വർഷത്തെ തൃത്താല ദേശോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 14 വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ദഫ്മുട്ട്, സ്റ്റേജ് പ്രോഗ്രാമുകൾ, ഗാനമേള എന്നിവയോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാവും. ഫെബ്രുവരി 15 വാണിഭം, വിവിധ കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും. ഫെബ്രുവരി 16 കാലത്ത് 9:30 കേരളത്തിലെ പ്രശസ്ത ആനകൾ അണിനിരക്കുന്ന ഗജസംഗമം, വൈകിട്ട് 4 22 പരം ഉപകമ്മിറ്റികൾ അണിനിരക്കുന്ന ഗജഘോഷയാത്ര മേഴത്തൂർ സെന്ററിൽ നിന്നും തൃത്താലയിലേക്ക് പുറപ്പെടും. ബാൻഡ് വാദ്യം, DJ സംഗീതം, വിവിധ കലാപരിപാടികൾ എന്നിവ ഘോഷയാത്രയ്ക്ക് അകമ്പടിയേകും. കേന്ദ്ര ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് കൊപ്പത്ത്, സെക്രട്ടറി KP ശ്രീനിവാസൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മുടെ തൃത്താല മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് തൃത്താല ഫെസ്റ്റ്. 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മഹോത്സവമായിട്ടാണ് തൃത്താലയിൽ ഫെസ്റ്റ് ആഘോഷിക്കുക. 2025 ഫെസ്റ്റിൻ്റെ ആഘോഷം നാളെയും മറ്റന്നാളുമായി ഫെബ്രുവരി 15, 16 നടക്കാൻ വേണ്ടി പോകും. നാളെ വിവിധ ഉപകമ്മിറ്റികളുടെ പരിപാടികൾ അതത് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കും. സമാപനം കുറിച്ചുകൊണ്ടുള്ള പരിപാടി 16-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മേളത്തിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കുകയാണ്. 10-30ഓളം വരുന്ന ആനകൾ, അതുപോലെ തന്നെ ബാൻഡ് വാദ്യം ഉൾപ്പെടെയുള്ള വാദ്യമേളങ്ങൾ, 100 ആളുകളെല്ലാം അകമ്പടിയോട് കൂടിയിട്ടാണ് മേളത്തൂരിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കുക. ഘോഷയാത്ര വെസ്റ്റ് തൃത്താലയിൽ സമാപിക്കുക. തീർച്ചയായിട്ടും ഒരു വലിയ ജനകീയ പങ്കാളിത്തമുള്ള ആഘോഷമായിട്ട് മാറുകയാണ്. ദിവസങ്ങളായി പല ഉപകമ്മിറ്റികളും അവിടെ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ തയ്യാറെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 8-ാം തീയതിയാണ് ബഹുമാനായ തൃത്താല MLA-യും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ശ്രീ MP രാജേഷ് ഈ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള എക്സ്പോ അതിന് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇപ്പോൾ തൃത്താലയിലെ കുഞ്ഞാട് റോഡിലായി അവിടെ കാർണിവൽ ഉൾപ്പെടെ ദിവസങ്ങളായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ മാനദണ്ഡവും പാലിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും പോലീസ്, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനത്തിൻ്റെയും മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ തന്നെയാണ് കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചത്. അതോടൊപ്പം നാട്ടാന പരിപാലന നിയമം കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ ഈ പരിപാടി നടത്തണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതുപോലെ തന്നെ പരമാവധി ഹരിത പ്രോട്ടോകോൾ പാലിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കച്ചവട സ്ഥാപനം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, വഴിയോര കച്ചവടക്കാരാണ് അവിടെ മിക്കവാറും വരുന്നത്. അവർക്ക് അതിന് കർശനമായ നിർദ്ദേശം കൊടുക്കണമെന്നാണ് ആലോചിക്കുന്നത്. ഈ പ്രശ്നത്തിന് ശേഷം വരുന്ന മാലിന്യപ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനവും തുടർച്ചയായിട്ട് സമയത്തിന് നടത്താനും കേന്ദ്ര കമ്മിറ്റി ആലോചിച്ചിട്ടുണ്ട് എന്നാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും നല്ല സഹകരണ സഹായങ്ങൾ തീർച്ചയായിട്ടും ഈ ഫെസ്റ്റിന് ഉണ്ടാകണം എന്ന് നമ്മളെല്ലാ പൊതുജനങ്ങളോടും ആദ്യം അഭ്യർത്ഥിക്കുകയാണ്. തൃത്താല പോലീസ് പ്രത്യേക യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ ഒരു കേന്ദ്ര കമ്മിറ്റി എന്നുള്ളതും അതുപോലെ തന്നെ എല്ലാ ഉപകമ്മിറ്റിയും ഭാഗമായി പങ്കെടുത്തിരുന്നു. കൃത്യമായ നിർദ്ദേശങ്ങൾ എല്ലാ കമ്മിറ്റിയും നൽകിയിട്ടുണ്ട്. ഒരു ഘോഷയാത്ര എങ്ങനെയാണ് അണിനിരക്കേണ്ടത്, എത്ര ആളുകൾ ആനപ്പുറത്ത് കയറേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കർശനമായ നിർദ്ദേശമാണ് പോലീസ് സംവിധാനം നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് കൃത്യമായി പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള വലിയ പരിശ്രമം അതിൻ്റെ ഭാഗത്തുണ്ടാകും. അതാണ് പ്രധാനപ്പെട്ട വിഷയം. പിന്നെ നമുക്കറിയാം, ആനയെ എഴുന്നള്ളിപ്പോൾ സമയം നിശ്ചയിച്ചിട്ട് 11 മണിക്ക് ശേഷം ആനയെ ഇറക്കാൻ പാടില്ല. പിന്നെ 3-ക്ക് ശേഷമാണ് ആനയെ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത്തരം സംവിധാനമെല്ലാം തന്നെ കർശനമായി പാലിച്ചു പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനമാണ് അതിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുക്കിയിട്ടുള്ളത്. പോലീസിൻ്റെ കൂടുതൽ സഹായം തീർച്ചയായും ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പോലീസ്, അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ സംവിധാനം ഉണ്ടാവും, ബോർഡിൻ്റെ സഹായം ഉണ്ടാവും. അപ്പോൾ എല്ലാ സർക്കാർ സംവിധാനം ഉത്സവത്തിൽ ഏതെല്ലാം സംവിധാനങ്ങൾ കേരളത്തെ സംബന്ധിച്ച് കൃത്യമായ സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുന്ന ആവശ്യമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. തീരുമാനിച്ചത് ഘോഷയാത്രയുടെ ടൈം 4 മണി മുതൽ ഉള്ള സമയം. ഇപ്പോൾ മേഴത്തൂരിൽ നിന്ന് കുമ്പിടി, അതുപോലെ തന്നെ എടപ്പാട് റൂട്ടിലേക്ക് പോകുന്ന വാഹനങ്ങൾ, അതുപോലെ VK കടവിൽ വരുന്ന വാഹനങ്ങൾ, അത് ഈ 4 മണിക്ക് ശേഷം നിയന്ത്രിക്കാൻ ആവശ്യമായിട്ട് സംവിധാനമാണ് ചെയ്തിട്ടുള്ളത്. മിക്കവാറും ആ സമയത്ത് വാഹനയാത്ര ആ മേഖല ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനത്തിൻ്റെ പോലീസ് വ്യക്തികൾ മറ്റ് വാഹനങ്ങൾ വേറെ റൂട്ട് തിരിച്ചുവിടാൻ ആവശ്യമായിട്ടുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. അത് ഘോഷയാത്ര ആരംഭിച്ച സമയം ഫെസ്റ്റിൻ്റെ നമ്മളെ തലേപ്രകാരം നമ്മൾ ചെയ്യണം പറഞ്ഞു. 15-ാം തീയതി നമ്മൾ സെൻട്രലിൽ നിന്ന് കുറച്ച് കയറി കുഞ്ഞാട് റോഡിൽ വാണിയുണ്ട്. അതിന് പറഞ്ഞാൽ നമ്മൾ 16-ാം തീയതി കാലത്ത് ഗജസംഗമം സെൻട്രലാണ് നടത്താറ്. അപ്പോൾ നമ്മൾ ബാരിക്കേഡും കെട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സജ്ജീകരണം നമ്മൾ അതിൻ്റെ ഒരുക്കങ്ങളിലാണ്.
പിന്നെ പിറ്റേ ഘോഷയാത്ര നമ്മൾ അവസാനിപ്പിക്കുന്നത് സാധാരണ നമ്മൾ വട്ടത്താണ് ആ റോഡിനായിട്ട് അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുമ്പിടി തിരിഞ്ഞ് വെസ്റ്റ് എടുത്താലെന്ന് കനാൽ വഴി തിരിഞ്ഞ് ഖബർസ്ഥാൻ്റെ ആ ഭാഗത്താണ് നമ്മൾ ഇപ്പോൾ എല്ലാ സജ്ജീകരണവും ചെയ്തിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും അവിടെ ക്ലിയറാണ്. ഫെസ്റ്റിൻ്റെ എല്ലാ ഇൻഷുറൻസ് നമ്മളെ ഓരോ വ്യക്തി ടീമിൻ്റെ ആളുകൾക്കും അതിനുള്ള വാഹനങ്ങൾ പിന്നെ ആരുടെ മറ്റേ സമയങ്ങൾ ഇപ്പോൾ എല്ലാ പ്രാവശ്യം എടുക്കാണ്ട് കൂടുതൽ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പ്രാവശ്യം അഡീഷണൽ കൂട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഷുറൻസ് കോഡ് സാധാരണ 1 ഉണ്ടായിട്ടുണ്ട്, പ്രാവശ്യം 2 ആക്കിയിട്ടുണ്ട്. 3 പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ്, ഏഷ്യൻ പെയിന്റ്സ്, ജോർഡൻ, നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം.